ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മി അധിക്ഷേപിച്ച് സംസാരിച്ചതിന് ശേഷം കമലേശ്വരം ഫിനാൻസിസിലെത്തുന്ന ഉണ്ണി തൻ്റെ ക്യാബിനിൽ ജനറൽ മാനേജറുടെ സീറ്റിലിരിക്കുന്ന മഞ്ജുവിനെ കണ്ട് ഞെട്ടിത്തെറിക്കുന്നു. തുടർന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ണി സംസാരിക്കുമ്പോൾ, നിനക്ക് സാലറി കൃത്യമായിട്ട് കിട്ടുമെന്നും പക്ഷേ അധികാരമൊന്നും ഉണ്ടാവില്ല, നിനക്കായി അടുത്ത ക്യാബിനിൽ സീറ്റുണ്ട്, കമ്പനിക്ക് വിശ്വസ്തയോടെ ജോലി ചെയ്യുന്നവരെയാണ് ആവശ്യം, നീ അധികം അഹങ്കരിച്ചാൽ നിന്റെ ജോലി ചിലപ്പോൾ സാഗറിന് കൊടുത്തെന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്ക് നല്ല തിരിച്ചടി തന്നെ മഹി കൊടുക്കുന്നുണ്ട്. ശേഷം മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ വേണ്ടി എന്തിനും ഞാൻ മേക്കേട്ടൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് മുകളിൽ മഞ്ജുവിനെ നിയമിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കരുണ ഇനി എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിച്ച് പോകും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, കണ്ണനെയും മഹാലക്ഷ്മിയും ഇല്ലാതാക്കാൻ വേണ്ടി എന്നെക്കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു, പക്ഷേ ആ മാർക്കോ അവനൊരു മനുഷ്യൻ തന്നെയാണോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ ഉണ്ണിയോട്. പിന്നീട് ഉണ്ണിക്ക് മുകളിൽ മഞ്ജുവിനെ മഹാലക്ഷ്മി നിയമിച്ചു എന്നറിയുന്ന പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. മോൾ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധം പിരിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ണി അവനൊരു മണ്ണുണ്ണി തന്നെയാണോ പ്രതാപ എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കരുൺ അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും പ്രതാപനും മുത്തശ്ശിയും കരുണയോട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെയാണ് മോഹിനി അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ആ ദേഷ്യം മുഴുവൻ മുത്തശ്ശി മോഹിനിയുടെ നേരെയാണ് തീർക്കുന്നത്. ശേഷം മോഹിനി പറയുന്നുണ്ട്, മോളെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് കേൾക്കാതെ മോളുടെ ചേച്ചിയോടുള്ള വാശിയും ദേഷ്യവും ഒക്കെ അവസാനിപ്പിക്കണം, ഉണ്ണിയുമായിട്ട് സന്തോഷത്തോടെ കഴിയണം, എങ്കിൽ മോളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും, മോൾക്ക് വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ, കയറിപ്പോടിയകത്ത്, നീ ഞങ്ങളുടെ കുഞ്ഞിനെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട, നിൻ്റെ മോളില്ലേ വടയക്ഷി, അവൾക്കിപ്പോൾ ചില്ലറയൊന്നും അല്ല അഹങ്കാരം, അതാണ് അതിൻ്റെ മാറ്റങ്ങളൊക്കെയാണ് ഇവളിപ്പോൾ കമ്പനിയിൽ ഭരണപരിഷ്കാരങ്ങളൊക്കെ നടത്തുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, എന്താ മുത്തശ്ശി കമ്പനിയിൽ എന്താ ഉണ്ടായത് എന്ന് കരുണ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അച്ഛനും മുത്തശ്ശിയും കൂടി എന്തോ എന്നിൽ നിന്നും ഒളിക്കുന്നുണ്ട് എന്ന് കരുണ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് തന്നെ പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ, പ്രതാപനും മുത്തശ്ശിയും. മോഹിനിയാണെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. പിന്നീട് കമലേശ്വരത്ത് തിരികെ എത്തുന്ന ഉണ്ണി തന്നേക്കാൾ മുകളിൽ മഞ്ജുവിനെ നിയമിച്ചതിനെക്കുറിച്ച് കണ്ണനോടും മഹാലക്ഷ്മിയോടും ചോദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇവരെ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഏട്ടൻ എല്ലാം മറന്നു, കമ്പനിയെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചതിന് എനിക്കും മേഘേട്ടനും അമ്മാവിൻ്റെയൊക്കെ ചോരയും നീരുമുണ്ട്, അത് മറന്ന് ഏട്ടൻ ഇന്നലെ വന്ന ഇവരുടെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് നിനക്കും അമ്മാവിനും ഒക്കെ കൃത്യമായിട്ട് സാലറി അക്കൗണ്ടിൽ എത്തുന്നത്, ഇയാളൊന്നും ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്, ഇപ്പോൾ കമ്പനിയിൽ മഞ്ജുവിനെ നിയമിച്ചതുപോലും അവളെ വിശ്വസിക്കാം എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ്, ഇനിയും നീ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഉള്ള ജോലി കൂടി നിനക്ക് നഷ്ടപ്പെടും, മഞ്ജു നന്മയിലേക്ക് വന്നപ്പോൾ അവൾക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുത്തു, നാളെ നീയും ആ നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിനക്ക് ഉയർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ നിൻ്റെ സ്ഥാനത്ത് സാഗറിനെ നിയമിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്ന് ഉണ്ണിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം അവളെ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഓടിക്കണം മോനെ, എങ്കിലും നിൻ്റെ കുടുംബ ജീവിതത്തിലും ജോലിയിലേക്ക് ഉയർച്ച ഉണ്ടാകൂ എന്നെല്ലാം ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് രാത്രിയാകുമ്പോൾ മഹാലക്ഷ്മിക്ക് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ മഹി എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, എന്താണെന്ന് അറിയില്ല കണ്ണേട്ടാ, നെഞ്ചിനകത്ത് വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ മൂന്നാറിലെ തണുപ്പ് കൊണ്ടായിരിക്കും, നാളെ എന്തായാലും നമുക്ക് തോമസ് ഡോക്ടറെ ചെന്നൊന്ന് കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ തോമസ് ഡോക്ടറെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് തൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ചെല്ലാം മഹാലക്ഷ്മി ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ മഹിയെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവം നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണ്ടടോ, മഹാലക്ഷ്മി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു, ഞാൻ തന്നിരുന്ന മരുന്ന് കൃത്യസമയത്ത് കഴിച്ചിരുന്നതുകൊണ്ടാണ് കാര്യങ്ങൾക്ക് ഇത്ര വേഗത ഉണ്ടായത് എന്നും വൈദ്യൻ പറയുന്നത് കേട്ട് ആ ഒരു സന്തോഷ വാർത്ത കേട്ട് സന്തോഷം കൊണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് വൈദ്യൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മയുടെ പ്രവചനം ഇപ്പോൾ സത്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മഹിയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് കണ്ണനും വൈദ്യനും ചോദിക്കുമ്പോൾ, അതല്ല, കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം ഇതുവരെ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അത് വളച്ചൊടിച്ച് സംസാരിക്കും എന്നെല്ലാം പറയുമ്പോൾ,
മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യവും ആരിൽ നിന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നും, അങ്ങനെ മഹാലക്ഷ്മിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നവരുടെ മുന്നിൽ കണ്ണൻ എഴുന്നേറ്റ് നിന്ന് വേണം ഈ വാർത്ത പറയാൻ. അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇനി മഹാലക്ഷ്മിക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാതെ നോക്കേണ്ടത് താനാണോ കണ്ണ എന്നും വൈദ്യൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പേരുടെയും ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും ഇതോടെ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും, ഇനി മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ മുടങ്ങാതെ ചെക്കപ്പിന് പോകണമെന്നും ആ മരുന്ന് മുടങ്ങാതെ കഴിക്കണമെന്നും വൈദ്യൻ പ്രത്യേകം മഹിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അവർക്കിപ്പോൾ ആ ഒരു വാർത്തയാണ് അവർ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അവർ കമലേശ്വരത്ത് തിരികെ എത്തുന്നു. അപ്പോൾ അവരെ കാണുന്നതും ഇവൾക്ക് എന്താടാ മൂന്നാറിൽ പോയപ്പോൾ വയറിന് പിടിക്കാത്ത ഭക്ഷണമൊക്കെ ഇവൾ വെട്ടി വിഴുങ്ങി കാണുമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ, വയറ്റിന് പിടിക്കാത്ത ഭക്ഷണം കഴിച്ചതുകൊണ്ടല്ല ഇയാൾക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇയാൾക്കും ഉണ്ടായത് എന്ന് കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് ദുർഗയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് കണ്ണ് തള്ളി പോകുന്നുണ്ട് ദുർഗയുടെയും ഉണ്ണിയുടെയും. അതെങ്ങനെ ശരിയാവൂടാ? ഓഹോ, ഇവളെ കണ്ടവന്മാരുടെ കൂടെ കറങ്ങാൻ വിട്ടിട്ട് അതിലുണ്ടായ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പോവുകയാണോ നീ? നീ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോടാ എന്നെല്ലാം ദുർഗ ഇങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വൈദ്യൻ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുക, വീൽ ചെയറൊക്കെ മാറ്റി വെച്ച് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട ഭൂമി പിളർന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും. അപ്പോൾ അവർ ഇതുവരെ തോന്നിയ സംശയങ്ങളെല്ലാം സത്യമാകുന്നതാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അവിടെ മനസ്സിലാകുന്നു. പിന്നീട് അങ്ങനെ കണ്ണന് നടക്കാൻ കഴിയുമെന്നും അതുപോലെ തന്നെ മഹാലക്ഷ്മി അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ശത്രുക്കളുടെ എല്ലാവരുടെയും ഇടയിൽ കാട്ടുതീ പോലെ പടരുന്നുണ്ട്. അപ്പോൾ പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ഈ വാർത്തയെ അറിഞ്ഞ് അവർക്ക് ഇങ്ങനെ കലിതുള്ളുകയാണ് കേട്ടോ. അവരിങ്ങനെ ദേഷ്യം കൊണ്ട് വെറുക്കുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ കരുണയാണെങ്കിലും ഈ വാർത്ത അറിഞ്ഞ് മോഹിനിയുടെ നേരെയാണ് കേട്ടോ തട്ടിക്കയറുന്നത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവരോടൊപ്പം കൂട്ടുനിന്ന് സത്യങ്ങളൊന്നും വെളിപ്പെടുത്താത്തതിന് മോഹിനിയുടെ നേരെ കലിതുള്ളുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്